LDFിലെ രാജ്യസഭാ സീറ്റ് ഉപചനത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. ഇന്ന് വൈകുന്നേരം ചേരുന്ന LDF യോഗത്തിൽ ഘടകകക്ഷികളെ തീരുമാനം അറിയിക്കുമെന്നറിയുന്നു. ഇന്ന് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യുമെന്നറിയുന്നു. നേരത്തെ നടന്ന ഉഭയകക്ഷി ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞു, നിങ്ങൾക്കറിയാം. ഷബീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ ഷബീദ്. നമുക്കറിയാം LDFന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റുകളിൽ ഒരു സീറ്റ് CPIM ഏറ്റെടുത്തു. മറ്റേത് അല്ലെങ്കിൽ അവശേഷിക്കുന്ന ഒരു സീറ്റിനെ സംബന്ധിച്ചായിരുന്നു വലിയ തർക്കം ഇടതുമുന്നണിയിൽ ഉണ്ടായത്. 4 പാർട്ടികൾ, പ്രധാന പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. CPI, കേരള കോൺഗ്രസ് എം, RJD ഈ 3 പാർട്ടികളായിരുന്നു ശക്തമായ അവകാശവാദം ഉന്നയിച്ചത്. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട CPIM ഒരു ഉഭയകക്ഷി ചർച്ച നടത്തിയത് കേരള കോൺഗ്രസ് എമ്മുമായും അതേപോലെ തന്നെ CPIയുമായിട്ടുമായിരുന്നു. അതിൽ CPI അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം മുന്നണിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടി എന്ന നിലയിൽ രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലപാടാണ് CPI സംബന്ധിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് എമ്മും സമാനമായ രീതിയിലുള്ള ഒരു ആവശ്യമാണ് ഉന്നയിച്ചത്. അവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. കാരണം ലോക്സഭയിൽ കോട്ടയത്തെ തോൽവിക്ക് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യം നഷ്ടപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവർക്കും ആ സീറ്റ് അത്യാവശ്യമാണെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ ജോസ് കെ മാണി CPIM നേതൃത്വത്തോട്, പ്രത്യേകിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതോടുകൂടിയാണ് തീരുമാനമാകാത്ത സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇന്ന് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ഗൗരവത്തിൽ ചർച്ച ചെയ്യും. മാത്രമല്ല ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. ആ യോഗത്തിൽ അന്തിമ തീരുമാനം കക്ഷികളെ അറിയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഏതെങ്കിലും തരത്തിൽ CPIM ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായുള്ള ഒരു ഫോർമുലയ്ക്കാണോ ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചില സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. താങ്ക് യു ഷബീദ് റാവുത്തർ. ടെക്കിയെ പണിഷ് ചെയ്യണമെന്ന് പല ആൾക്കാരും ആവശ്യപ്പെട്ടു. സഞ്ജു ടെക്കി കാണിച്ച തീരെ ശരിയല്ല. കാരണം ട്രാഫിക് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ നീക്കം നമുക്ക് അഭിനന്ദിച്ച് മതിയാവും.